ആട്ടവിളക്ക് തെളിഞ്ഞു, അരങ്ങുണർന്നു. കലാകാരന്മാർ കഥാപാത്രങ്ങളായി പരിണമിക്കുകയാണ്. വേഷക്കാരിൽ നിന്നും കഥാപാത്രങ്ങളുടെ ഭാവങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ സൃഷ്ടിച്ചെടുക്കുന്നത് അവരുടെ മുഖത്ത് പുരട്ടിയിരിക്കുന്ന ആ വർണ്ണങ്ങളിലൂടെയാണ്. പച്ചയും മഞ്ഞയും ചുവപ്പും കറുപ്പും നിറങ്ങളിലുള്ള ചായക്കൂട്ടുകൾ. പ്രകൃതിദത്തമായ ഈ വർണ്ണക്കൂട്ടുകളിലൂടെയാണ് ഭീമനും ദുര്യോധനനും അർജുനനും കർണനും ആസ്വാദകരുമായി സംവദിക്കുന്നത്. നടന് കഥാപാത്രത്തിൻ്റെ രൂപം നൽകുന്ന പ്രക്രിയയാണ് ആഹാര്യം. അതിൽ വേഷവിധാനങ്ങൾ പലതരത്തിലുണ്ട്. അതിലൊന്നാണ് ഈ അംഗരാഗം എന്ന് പറയുന്ന ഈ ദേഹത്തിൽ നിറം കൊടുക്കാൻ. മുഖത്തും ശരീരഭാഗങ്ങളിലുമൊക്കെ തെയ്യങ്ങളൊക്കെ ആണെങ്കിൽ മേല് മുഴുവനെ അത് വർണ്ണങ്ങൾ തേച്ചിട്ടുണ്ടാവും. രാമായണ കാലം മുതൽ തന്നെ ഉണ്ട് ചുമർചിത്രങ്ങൾ എന്നൊക്കെയാണ് പറയണത്. ആ ചുമർചിത്രങ്ങളുടെ ഉപയോഗത്തിനുള്ള വർണ്ണങ്ങൾ, അതിന് നാട്യശാസ്ത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ വർണ്ണങ്ങൾ ഉപയോഗിക്കണം. അതിൽ 4 വർണ്ണങ്ങളാണ് പറയണത്. അത് കഴിഞ്ഞാൽ ചിത്രകല വന്നപ്പോഴാണ് ഈ പഞ്ചവർണ്ണങ്ങൾ 5 വർണ്ണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് വന്ന്. പക്ഷെ നമ്മൾ മുഖത്തേപ്പിൽ കാര്യമായിട്ട് ഇപ്പോഴും പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, കറുപ്പ് ഇങ്ങനെ 5 വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മനയോല ആണ് അത് ഈ മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട് ചുമർചിത്രങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിന് മനശില, ഗോല അങ്ങനെ പല പേരുകളുണ്ട് സംസ്കൃതത്തിൽ. ഈ മനശില എന്നുള്ള പേര് മലയാളത്തിൽ വന്ന് അതിനെ ലോപിച്ച് ആണ് ഈ മനയോല എന്ന് പറയാൻ തുടങ്ങിയത്. പലരും ഈ ഓല എന്ന് കേൾക്കുമ്പോൾ അത് സസ്യമാണെന്ന് ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ല, അതൊരു പാറയാണ്, ഒരു കല്ലാണ്. ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ പാറയുടെ രൂപത്തിൽ കാണും. മഞ്ഞ നിറത്ത് തന്നെ പാറയായിട്ട് പുറത്ത് കാണും. അത് പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇതെന്നാൽ ഈ മുഖത്തേപ്പിനോ അല്ലെങ്കിൽ ചുമർചിത്രങ്ങളുടെ വർണ്ണത്തിനോ മാത്രമല്ല, ഇതൊരു ആയുർവേദ ഔഷധമാണ്. സാധാരണക്കാരിൽ നിന്ന് നമ്മൾ അമാനുഷികരാക്കാൻ വേണ്ടിയിട്ട് കഥകളിയിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരയ്ക്കുന്ന ഈ കൂട്ടുകൾ, ചുട്ടികൾ, ഇതിൻ്റെ വേഷവിധാനങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഒരു സാധാരണ മനുഷ്യനെ അമാനുഷ്യ കഥാപാത്രമാക്കി മാറ്റുന്നത്. ഓരോ കഥാപാത്രത്തിനും ഓരോ തരത്തിലുള്ള സ്വഭാവത്തിനനുസരിച്ച് കഥകളിയിൽ പല തരത്തിലുള്ള വേഷങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. കത്തി, പച്ച, താടി, മിനുക്ക് എന്നിങ്ങനെ തുടങ്ങിയത്. മനയോല നന്നായിട്ട് പൊടിച്ച് ഈ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ മാധ്യമം, അതാണ് അതിൻ്റെ മീഡിയം, അത് ചേർത്ത് അരച്ച് ആണ് നമ്മൾ മഞ്ഞ നിറമുണ്ടാക്കുന്നത്. മനോല എന്ന് പറയുന്നത് നീലമനോല ആയിട്ടാണ് ഇപ്പോൾ പച്ചയ്ക്കൊക്കെ തേക്കുന്നത്. പച്ചയ്ക്ക് നീലമനോല തേക്കുമ്പോൾ അതിന് പച്ച നിറം വരണമല്ലോ. അതിന് ആ മനോല ചാണയിലിട്ട് അരച്ച് പൊടിച്ച് അതിൽ നീലം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നീലം കൂട്ടി വെളിച്ചെണ്ണയിൽ കൂട്ടിയാൽ അത് പച്ച നിറത്തിലായിട്ട് കിട്ടും. അതാണ് ഈ പച്ച മനോല. അതിൽ ബാഹുകനൊക്കെയാണ് നീലം കൂട്ടണമെങ്കിൽ കുറച്ചും കൂടി നീലം കൂട്ടിയിട്ട് ആക്കിയാലും അത് അങ്ങനെ ആവും. ഇത് സ്വതവേ കത്തിക്കും. അങ്ങനെ തന്നെ കുറച്ച് നീലം കൂട്ടുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഈ നീലം എന്ന് പറയണത് നമ്മൾ കട്ട നീലം എന്ന് പറയുന്നത്. അതായത് നീല അമരിയുടെ കറയാണ് ശരിക്കുള്ള നീലം. അത് ബംഗാളിൽ വൻതോതിൽ കൃഷിയുണ്ട്. അതിൻ്റെ നീര് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അത് ക്രിസ്റ്റൽ രൂപത്തിലാണ്. അതിന് കട്ട നീലം എന്ന് പറയും. അതേ നമുക്ക് മനയോലയിൽ ചേർക്കാൻ പറ്റും. അല്ലാണ്ട് വസ്ത്രങ്ങളിൽ നീലം ചേർക്കാൻ ഉപയോഗിക്കുന്ന സാധനമൊന്നും ഇതിന് പറ്റില്ല. ചുവന്ന നിറത്തിന് ഉപയോഗിക്കുന്നത് ചായില്യം, സിനബാർ എന്ന് പറയുന്നതാണ്. അതാണ് അതിന് ഇംഗ്ലീഷിൽ പേര്. അതിൻ്റെ ഈ സംസ്കൃത നാമം ഹിങ്കുലി, ഹിങ്കുലകം, അങ്ങനെ പല നാമങ്ങളുണ്ട് സംസ്കൃതത്തിൽ. ഈ ചായില്യം പൊടിച്ച് അരച്ച് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് അരച്ച, പക്ഷെ അതിന് എന്തുണ്ടെന്ന് വെച്ചാൽ അതിന് ചുവപ്പ് നിറം എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ചുവപ്പാണ്. അതായത് ചോര ഉണങ്ങിയ നിറമാണ് അതിന്. ഈ വെളിച്ചത്തിൽ അതിന് ശോഭ ഉണ്ടാവില്ല, കറുത്തിട്ട് തോന്നും. അപ്പോൾ അതിനു വേണ്ടി ഈ ചുട്ടിക്കുണ്ടാക്കുന്ന അരി അത് പൊടിച്ച് ഇതിൽ ചേർക്കും, ഉണക്കി പൊടിച്ച്. ബാക്കി വരുന്നത് സൂക്ഷിച്ച് വെക്കുമെന്ന്.
എന്നിട്ട് അത് ഉണക്കി പൊടിച്ച് ചേർക്കുക. അപ്പോൾ ഇതിനെ കുറച്ച് ലഘൂകരിക്കാൻ പറ്റും ഇതിൻ്റെ കാഠിന്യം. പിന്നെ ചെഞ്ചില്യം എന്ന് പറഞ്ഞിട്ടൊരു സാധനം അത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പശ കിട്ടാനും കുറച്ച് മിന്നലും കിട്ടും, ഈ നിറത്തിനൊരു മിന്നലും കിട്ടും. അതിന് ഈ ഇംഗ്ലീഷിൽ പേര് ഇന്ത്യൻ ഡാമർ എന്നാണ്. മരുതുമരത്തിൻ്റെ കറ, അതാണ് ചെഞ്ചില്യം. മരുതുമരത്തുമ്പിൽ വെട്ടിയാൽ അത് കറ കിട്ടും അവിടുന്ന്. ആ കറ ഉണക്കി സൂക്ഷിക്കുകയാണ്. പെട്ടെന്ന് വേർത്താലൊന്നും ഈ വർണ്ണങ്ങൾ ഒലിച്ചു പോവില്ല മുഖത്തുനിന്നൊന്നും. അതും കൂടി ആവശ്യമുണ്ട് അതിൽ, അത് ചേർക്കണതിൽ പശയുടെ ആവശ്യമുണ്ട്, ചെറിയൊരു മിന്നൽ കിട്ടാനുള്ള ആവശ്യമുണ്ട്, അത് ചേർക്കും. അപ്പോൾ വർണ്ണങ്ങൾ ഇതുകൊണ്ട് പിന്നെ മഷി കൊണ്ടിട്ട്, അതായത് കറുപ്പ് നിറം ഉണ്ടാക്കാൻ എള്ളിൻ്റെ എണ്ണ ഒരു പാത്രത്തിൽ വെച്ച് തിരിയിട്ട് കത്തിച്ച് വേറെ ഒരു പാത്രത്തിൻ്റെ പിൻഭാഗത്തോ എവിടെയെങ്കിലും ആ പുക പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ആ പുകയെ ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചാൽ തണുത്ത് കിട്ടും. അപ്പോൾ അതിനെ നമുക്ക് പൊടിയായിട്ട് അടർത്തിയെടുക്കാൻ കിട്ടും. ആ മഷിപ്പൊടിയാണ് വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ കൺമഷിക്കും കണ്ണെഴുതാനും അതുപോലെ കറുപ്പ് നിറത്തിനൊക്കെ ഉപയോഗിക്കണത്. പിന്നെ വെള്ളയാണ് പിന്നത്തെ നിറം, അത് ചുട്ടിയരിയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. പണ്ട് കുന്നങ്കായ, അതായത് പടർകായയിൽ കുന്നൻ എന്ന് പറഞ്ഞിട്ടൊരു വകയുണ്ട്. ഈ പച്ച കുന്നങ്കായ ചെത്തിയിട്ട് അതിൻ്റെ കറ ആദ്യം തേക്കും ചുട്ടി കുത്തുന്ന സ്ഥലത്ത്. എവിടെയൊക്കെ ചുട്ടി വരുമോ അവിടെയൊക്കെ ഈ കറ തേക്കും. വേഷക്കാരൻ്റെ മൂക്കിൻ്റെ ഉയരം അത്ര അരിച്ചുട്ടിയുടെ മുമ്പിട്ട് നമുക്ക് പൊക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ മുമ്പ് അത് പൊട്ടും. അതിന് കുറച്ച് കായ അവിടെ കൊടുന്ന് വയ്ക്കുകയാണ്, അറിയില്ലൊരു കത്തിയും, അത് ചെത്തുക, മുഖത്ത് തേക്കുക. അങ്ങനെ ആ കറയാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതിന് പകരം സ്പിരിറ്റ് ഗം ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യം അത് അരിച്ചുട്ടിയായിരുന്നു. പിന്നെ അരിച്ചുട്ടിയുടെ മുമ്പേ അത് അരിച്ചുട്ടി കഴിഞ്ഞിട്ട് പിന്നെ അത് കടേശം വെച്ചുകൊണ്ട് ഉള്ളത് ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആ അരിച്ചുട്ടിയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്, കടേശം വെച്ചിട്ടുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല. കണ്ടിവെണ്ണ എന്ന് പറഞ്ഞൊരു വസ്തുണ്ട്, എക്സ്ട്രീറ്റ ഓഫ് ന്യൂ ബോൺ എലിഫൻറ്റ് എന്നാണ്. അതായത് അപ്പം ജനിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജനിച്ച ആനക്കുട്ടിക്ക് ആദ്യം പോണ മലാണത്. അതിനെ വെയിലത്ത് ഉണക്കി സൂക്ഷിക്കുന്നതാണ് കണ്ടിവെണ്ണ. അത് ആദ്യം പോണതെന്ന് പറഞ്ഞാൽ അത് ജനിച്ച് ആദ്യം പോണ മലം. അത് നമ്മൾ വെളിച്ചത്തിൽ പിടിച്ചാൽ നമ്മൾ ഈ പിയേഴ്സ് സോപ്പൊക്കെ പിടിച്ച മാതിരി ട്രാൻസ്പെറൻറ്റാണ്, അങ്ങനെ ഇരിക്കും അത് ഈ കണ്ടിവെണ്ണ. ഇപ്പം പക്ഷേ കണ്ടിവെണ്ണ എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഈ പച്ചിലകൾ തിന്നാൻ തുടങ്ങുന്ന വരെയുള്ള മലം ഇങ്ങനെ ഉണക്കി ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊക്കെ കിട്ടുന്നത് അതാണ്. മറ്റത് ഒന്നാന്തരം എന്നുള്ള പേരിൽ വേറെ ഒരു മരുന്നുകളിലേക്കൊക്കെ എടുക്കുന്നതാണ്. ഇപ്പം നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന കണ്ടിവെണ്ണ, അതിന് അർപ്പൂസ് എന്നൊരു ഭാഷയുണ്ട്. അത് കിട്ടുന്നത് ഈ പാല് മാത്രം കുടിക്കുന്ന പ്രായത്തിലുള്ള ആനക്കുട്ടികളുടെ മലം ഉണക്കിയെടുക്കുന്നതാണ്. അതിനെ സ്പിരിറ്റിൽ പരമാവധി അലിയിച്ചിട്ട് അതാണ് സ്പിരിറ്റ് ഗം ആക്കി ഉപയോഗിക്കുന്നത്. പിന്നെ വർണ്ണങ്ങൾ മിശ്രണം ചെയ്തിട്ട് ഉപയോഗിക്കുക, അതങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. കണ്ണ് ചുമപ്പിക്കാനായിട്ട്, അതായത് ഇത്രയും ഭാഗം നമ്മളൊക്കെ എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് കണ്ണ് മാത്രം വെള്ളയായി കാണുമ്പോൾ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആ വെള്ള കളറ് കാണുമ്പോൾ ഉള്ളൊരു സുഖമില്ല, അപ്പോൾ നമുക്ക് ചുവപ്പിക്കണം. അതുമാതിരി കണ്ണിൻ്റെ ചൂട്, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചൂടാണ്, ഈ മനയോലയ്ക്കൊക്കെ ഒരു ചൂടുണ്ട്. ആ ചൂടിൻ്റെ കൂടെ കണ്ണിനും കൂടി ആ ചൂട് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ചുണ്ട പൂവിൻ്റെ ഇത് ഉപയോഗിച്ചിട്ട്, പൂവിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു കായ ഉപയോഗിച്ച്, ആ പൂവാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കണം. ആ പൂവ് നമ്മൾ നന്നായി ഉണക്കി തിരുമ്പി അത് നെയ്യിലിട്ട് വെച്ച് സൂക്ഷിച്ച് നമ്മളത് അതിൻ്റെ ഒരു ചെറിയ ഒരു ഭാഗം നമ്മൾ കണ്ണിലിടും. ഇത് നമ്മൾ മുഖത്തെ എല്ലാം കഴിയുന്ന സമയത്താണ് നമ്മൾ ഈ കണ്ണിൽ ഈ ചുണ്ടപ്പൂവിൻ്റെ ഒരു ഭാഗം ഇടണത്. ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു അത്ഭുതം എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് സ്വതവേ കണ്ണിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള കരട് അല്ലെങ്കിൽ ഒരു ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അസ്വസ്ഥത ജനിക്കാറുണ്ട്. ഒരു ചെറിയ കരടോ മുടിയോ എന്ത് വേണമെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഏറ്റവും അസ്വസ്ഥത ജനിക്കാറുണ്ട്. ഈ ചുണ്ടപ്പൂ നമ്മൾ ഇത്രയും പോകുന്ന ഒരു കഷ്ണം നമ്മൾ കണ്ണിലിട്ടാലും അത് മണിക്കൂറുകൾ കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാവില്ല. നന്നായി കണ്ണ് ചുവന്ന് തുടുത്തു വരും. ആ കണ്ണിൽ നിന്ന് ചുണ്ടപ്പൂവ് നമ്മൾ എടുത്ത് കളഞ്ഞാൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കണ്ണ് സാധാരണ നിലയിലെ വെള്ള കളറിലേക്ക് അത് മാറിപ്പോവും. My name is Deirdre Nelson. I'm from Ireland, and it's been wonderful for me to see the Kathy Cali makeup in process. I love the colours and the contrast to colours and the beautiful paperwork on the paste that contrasts really well, the bright colours. It's great also to be able to see the makeup from the audience, to see how strong it is, and with the facial expressions, the makeup only enhances that.
ഏഷ്യയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ചിത്രരചനയ്ക്കായി ഓർപ്പിമെന്റ് ഉപയോഗിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യേഷ്യയിൽ നിന്ന് ലഭിച്ച ചുവർ ചിത്രങ്ങളിലും പാരമ്പര്യ തായ് പെയിന്റിങ്ങുകളിലും താജ്മഹലിന്റെ നിർമ്മാണത്തിലും ഇത് ഉപയോഗിച്ചിരുന്നതായി കാണുന്നു. 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട റാഫേൽ എന്ന ചിത്രകാരന്റെ സിസ്റ്റീൻ മഡോണ പോലുള്ള ചിത്രങ്ങളിലും ഓർപ്പിമെന്റ് ഉപയോഗിച്ചിരുന്നതായി കാണാം. ഓർപ്പിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AS2S3 ആഴ്സനിക്കിന്റെ സൾഫൈഡാണ്. ആഴ്സനിക് എപ്പോഴും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അതിന് ഒരുപാട് ടോക്സിക് എഫക്ട്സ് ഉണ്ട്. അത് സ്കിൻ കോണ്ടാക്ട് ചെയ്യുമ്പോഴും അതുപോലെ ഇൻഹലേഷനിലും അതുപോലെ നമ്മുടെ ബോഡിക്കകത്ത് ഏതെങ്കിലും ലിക്വിഡിലോ വാട്ടറിലോ ഡിസോൾവ് ചെയ്ത രൂപത്തിലോ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും അത് ആഴ്സനിക് ടോക്സിക് തന്നെ. സാധാരണഗതിയിൽ ഇതിന് മുഖത്ത് ഇടുന്നതിന് ഒരു തരത്തിലുള്ള അസ്വസ്ഥതകളും നമുക്ക് ജനിക്കാറില്ല. പ്രകൃതിദത്തമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാരണം. ഇല്ല, നാച്ചുറലായിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അത് അതിന് വേറെ പ്രത്യേകതയൊന്നും. നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യാം. നാച്ചുറലായിട്ട് ഒക്കർ ചെയ്യുന്ന എത്രയോ കെമിക്കൽസ് ഉണ്ട്, ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. ഡെഫിനറ്റ്ലി എന്തോ പിഗ്മെൻ്റ് ആണ്. അത് ഏത് യൂസിന് ഉപയോഗിച്ച് കഴിഞ്ഞാലും സ്കിൻ കോണ്ടാക്ട്, ഇൻഹലേഷൻ, അതുപോലെ ഇൻജക്ഷൻ എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. ഈ ഒരു വരച്ചത് നമുക്ക് മാച്ച് കളയണം എന്നുണ്ടെങ്കിൽ വെറും വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ തേച്ച് കളഞ്ഞ് തുണിയെടുത്ത് തുടച്ചാൽ ഇത് മുഴുവൻ നമുക്ക് പോയി കിട്ടും. എണ്ണമയം ഉണ്ടാവും. ആ എണ്ണമയം പിന്നെ കുറച്ച് സോപ്പ് ഇട്ടാൽ മുഖം പഴയത് മാതിരി ആവാറുണ്ട്. അപ്പോൾ സ്കിന്നായാലും സ്കിന്നിൻ്റെ മുകളിൽ ഇറിറ്റേഷൻ ഉണ്ടാവാം, റാഷസ് ഉണ്ടാവാം. അതൊക്കെ പിന്നെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള യൂസ് ആണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ നമ്മുടെ ബോഡിയിലേക്കൊക്കെ അബ്സോർബ് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ആഴ്സനിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കാർസിനോജനിക് ആണ്. അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റാണ്. അത് എലമെൻ്റൽ ഫോമിലായാൽ മറ്റു ഫോമിലായി. ഇതിൻ്റെ ഇറിറ്റേഷൻസ് പലർക്കും ചില സമയത്ത് പൊള്ളലുകൾ ചിലപ്പോൾ വരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലർപ്പുകളാണ്. പ്രകൃതിദത്തമായി നമുക്ക് ലഭിക്കുന്ന പലതിൽ നിന്നും നമുക്കൊരു വിധം കിട്ടാറില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ നമുക്ക് പല വസ്തുക്കളും കിട്ടായക മൂലവും പലരിലും എല്ലാത്തിലും നടക്കുന്നൊരു മായം കലർലും കാരണം ചില സമയത്ത് ചിലർക്ക് ഇത് ചെറിയ ഇറിറ്റേഷൻസ്, പൊള്ളലുകൾ ഉണ്ടാക്കാറുണ്ട്. ചൈനിൻ എന്ന് പറയുന്നത് മെർക്കുറി സൾഫൈഡ് സിനമർ എന്നാണ് അതിൻ്റെ പേര്. ഒരു ഓറഞ്ച് റെഡ് ആയിട്ടുള്ളൊരു കളറുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അത് HGS എന്നാണ് എൻ്റെ എന്താ പറയുക മോളിക്യൂൾ ഫോർമുല എന്ന് പറയുക. ഇതിനും ഹസാർഡസ് ഇഫക്റ്റ് ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് അതൊരു കാർസിനോജനിക് ആണെന്നുള്ള ഒരു സ്റ്റഡി ഇതുവരെ ഒരു റിപ്പോർട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഒന്നെങ്കിലും മറ്റ് റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ബാധിക്കാം, കിഡ്നീസിനെ ബാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ട്സും ഒക്കെ അവൈലബിളാണ്. അതും ഒരു അത്ര എന്താ പറയുക, ഒരു ആൾട്ടർനേറ്റീവ് കൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഭാവം. ഇപ്പോഴത്തേത് സമ്പൂർണ്ണമായ മാറ്റം പരിഷ്കാരം വരുത്തി കഴിഞ്ഞിട്ടുള്ള ഒരു കഥകളി വേഷമാണ്. പച്ചയായാലും കത്തിയായാലും ഏതായാലും ഇതിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ എങ്ങനെ ചിന്തിച്ചാലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ധനാശി ചൊല്ലി മുഖചുട്ടിയഴിച്ച് കലാകാരന്മാർ അരങ്ങൊഴിയുന്നു. അർജുനനും ദുര്യോധനനും കർണനുമെല്ലാം കടുത്ത ചായക്കൂട്ടുകളുടെ ഒരു ഓർമ്മയായി. മനയോല ചാർത്തിയ ഒരു വസന്തം ആസ്വാദക മനസ്സുകളിൽ അവശേഷിപ്പിക്കുന്നു. രഘുനാഥായ നാഥായ സീതായ പദയേ സീതായ പദയേ സീതായ പദയേ സീതായ പദയേ